അടുത്തത് ഞങ്ങൾ കുറച്ച് മെമ്മറബിൾ ഫീഡ്ബാക്ക് വായിക്കുകയാണ്. അതിൽ ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് ഹിഷാം CK പറഞ്ഞതാണ് അല്ലെങ്കിൽ ടെക്സ്റ്റ് അയച്ചതാണ്. ബ്രോ, നിങ്ങളുടെ പോഡ്കാസ്റ്റ് ഒരു രക്ഷയുമില്ല. ഞാനിപ്പോൾ ഓൺലൈൻ ആയാണ് പഠിക്കുന്നത്. സ്റ്റഡീസ് കഴിഞ്ഞ് ഒരു റിലീഫ് കിട്ടുന്ന നിങ്ങളുടെ പോഡ്കാസ്റ്റ് കേൾക്കുമ്പോഴാണ്. നിങ്ങൾ ബാക്കിയുള്ള മലയാളം പോഡ്കാസ്റ്റിൽ നിന്നും യുണീക്കാക്കി നിർത്തുന്ന എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെ പോലെ ഗൂഗിൾ ഇൻഫർമേഷൻ കോപ്പി പേസ്റ്റ് ചെയ്ത് സംസാരിക്കുന്നില്ല. കൂടുതലും ഫണ്ണായിട്ടുള്ള മെമ്മറീസ് ആണ്. ഞാനൊരു 3 ഇയർ മുമ്പ് പോഡ്കാസ്റ്റ് തുടങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു, ബട്ട് ഡ്രോപ്പാക്കി. ഇപ്പോൾ നിങ്ങളുടെ പോഡ്കാസ്റ്റ് കേൾക്കുമ്പോൾ എനിക്കും ഇതുപോലെ ഈ സമ്മർ വെക്കേഷനിൽ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഇതാരും പറയാത്തൊരു പോയിന്റ് കേട്ടോ. ഗൂഗിളിലുള്ള ഇൻഫർമേഷൻ കോപ്പി പേസ്റ്റ് ചെയ്യാതെ നമ്മളുടെ ലൈഫിലെ മെമ്മറീസ്. അതെ, നമ്മള് റിസർച്ച് ഒക്കെ ചെയ്യുന്ന പറഞ്ഞാൽ വളരെ മിനിമലായിട്ട് ടോപ്പിക്സ് വരുമ്പോഴാണ് നമ്മൾ റിസർച്ച് ചെയ്ത് പറയാറ്, സോ ദാറ്റ് വി ഡോണ്ട് ഗെറ്റ് ദ ഫാക്ട്സ് റോങ്. പക്ഷെ ബാക്കിയുള്ളതൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് നമ്മളെ ലൈഫിൽ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ലൈഫിലെ സ്റ്റോറീസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ ആൾക്കാർക്ക് അവരുടെ ലൈഫിലെ കോപ്പേഡ് സ്റ്റോറീസ്, അവരുടെ സ്കൂൾ മെമ്മറീസ് ഒക്കെ ഓർമ്മ വരും. നൊസ്റ്റാൾജിയാണ് നമ്മളെ മെയിൻ. നമ്മള് ലെജർ കോമഡി പോഡ്കാസ്റ്റ് അല്ല, നമ്മൾ നൊസ്റ്റാൾജിയ പോഡ്കാസ്റ്റ് ആണ്. അതെ.